നന്ദു എന്ന് പറയുന്ന ആക്ടർ, പുള്ളിക്കാരൻ ഈ സഫാരി ചാനലിൽ ഒരു ഇപ്പോൾ ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പുള്ളിക്കാരൻ പഴയ കഥകളൊക്കെ ഇങ്ങനെ സിനിമയിൽ നടന്ന കഥകളൊക്കെ പുള്ളി പറയുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള നറേഷനാണ് പുള്ളിയുടെ. നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ, നല്ല രസമാണ്. പക്ഷേ അതിനകത്ത് പുള്ളി മമ്മൂട്ടിയുടെ തമാശകൾ എന്നും പറഞ്ഞൊരു എപ്പിസോഡിനകത്ത് മമ്മൂട്ടിയുടെ 2 തമാശകളാണ് പറഞ്ഞത്. രണ്ടും കേട്ട് കഴിഞ്ഞാൽ അതൊരു തമാശയല്ല, ഒരു പേര് ക്രൂരമായ എന്താ പറയുന്നത്, ക്രൂരമായ തമാശകളായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നത്. അയാളുടെ ഇതൊക്കെ ഒരു തമാശയാണോ, ഇതൊക്കെ ഇവൻ്റെ എന്താ പറയുന്നത് പ്രമാണിത്വം, ഇയാൾ വലിയൊരു സൂപ്പർ സ്റ്റാർ, അയാളുടെ പ്രമാണിത്വം, അയാളുടെ ജാട കാണിക്കുന്ന പരിപാടി, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതിനും അതുപോലെ ക്രൂരമായ തമാശയെന്ന് എനിക്ക് കേട്ടപ്പോൾ അങ്ങനെ തോന്നിയത്. അതിലൊന്ന് പറയുന്നത് പുള്ളിക്കാരനൊരു 10,000-2000 പേര് ഷൂട്ടിങ്ങിന് വന്ന ഒരു സെറ്റിൽ നിന്ന് ആൾക്കാരെ മുഴുവൻ ഒഴിപ്പിച്ചു. കാരണം പുള്ളിയുടെ ഒരു ഗാനരംഗം ചിത്രീകരിക്കുക പുള്ളിക്ക് നാണമാണ്. എന്തൊരു ഭംഗിയായിട്ട് ഗാനരംഗത്തിൽ അഭിനയിക്കുന്ന ഒരു നടനെന്നറിയാമോ. അതിനുവേണ്ടി 2000 പേരെ ഒഴിപ്പിച്ച് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, എന്തിനാണ് ഒഴിപ്പിച്ചത്, ആൾക്കാരില്ലാതെ എങ്ങനെ, കാണാനില്ലാതെ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് എന്ന് പിന്നെ പറഞ്ഞത്. ഈ 2000 പേര് ഒഴിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്ക്. ഒരാളുടെ പിടിവാശി കാരണം. ഇതിന് തമാശ എന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു തമാശ, പിന്നെ പുള്ളി വേറെ എന്തോ ഒരു തമാശയോടെ പുള്ളി ഇതുപോലെ കാണിച്ചെന്ന് പറയുന്നു. അത് നമുക്ക് കേൾക്കുമ്പോൾ അത്ര തമാശയായിട്ടൊന്നുമല്ല തോന്നുന്നത്, വളരെ ക്രൂരമായ ചില വിനോദങ്ങൾ. അതൊക്കെ വെച്ച് നോക്കാന്നെങ്കിൽ അണ്ണാക്കി കമ്പിട്ട് കുത്തിയിട്ടും മിണ്ടാതിരുന്ന മോഹൻലാൽ നിന്നെ നോക്കി വെച്ചിട്ടുണ്ട് തമാശ രൂപേണ പുള്ളിക്കാരൻ പറഞ്ഞത്. അയാളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നല്ല മനുഷ്യനാണ്. ഇയാൾ ഈഗോയുടെ ഒരു മൂർത്തിമത് ഭാവമാണ്. മമ്മൂട്ടി, അഭിനയ ചക്രവർത്തി, കുറേ തമാശ.